ഇത് ബാംബു ലാബിൻ്റെ P1 സീരീസ് പ്രിൻ്ററാണ്. ഈ P1 സീരീസ് പ്രിൻ്ററിൻ്റെ കൂടെ നമുക്ക് ഓപ്ഷണലായിട്ട് വരുന്ന ആക്സസറിയാണ് P1 കോംബോ യൂണിറ്റ്, അതായത് നമ്മുടെ AMS യൂണിറ്റ്. AMS യൂണിറ്റിൽ നമുക്ക് ഒരു AMS യൂണിറ്റിൽ നമുക്ക് നാല് മെറ്റീരിയൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഒരു മെഷീന് നമുക്ക് 4 AMS കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരേ ടൈമിൽ ഒരു മെഷീൻ നമുക്ക് 16 മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്ത് മെഷീനിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ AMS യൂണിറ്റിൽ മെറ്റീരിയൽ ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുവഴിയാണ്, ഫ്രണ്ടിലൂടെയാണ് നമ്മൾ മെറ്റീരിയൽ ഇവിടുന്ന് ഇതിൽ ലോഡ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ മെറ്റീരിയൽ എടുത്ത് ഇവിടെ നമുക്ക് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലൂടെയാണ് നമ്മൾ ഫീഡ് ചെയ്ത് വിടുന്നത്. ഓക്കെ, സോ AMS യൂണിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരേ സമയം നമുക്കിപ്പോൾ 4 AMS യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 16 മെറ്റീരിയൽ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രിൻ്ററിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ AMS യൂണിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ പ്രിൻ്റ് കണ്ടോ, ഇത് നമ്മൾ AMS യൂണിറ്റിൽ പ്രിൻ്റ് ചെയ്തതാണ്. അതായത് നമ്മൾ ഒരേ ടൈമിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്ത ഐറ്റമാണ്. അതായത് നമ്മൾ മാനുവലി മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാതെ നമുക്ക് കണ്ടിന്യൂസ്ലി മെറ്റീരിയൽ ഇതിൽ തന്നെ നമുക്കിപ്പോൾ സെലക്ട് ചെയ്ത് ഇന്ന ഏരിയയിൽ ഇത് കളർ വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് നമുക്ക് കണ്ടിന്യൂസ് ഓടിക്കാൻ പറ്റും. ഇതൊരു എക്സാമ്പിളാണ്, നമ്മൾ AMS യൂണിറ്റ് വെച്ച് പ്രിൻ്റ് ചെയ്ത എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇതും AMS യൂണിറ്റ് വെച്ച് പ്രിൻ്റ് ചെയ്തതാണ്. അതായത് കണ്ടിന്യൂസ് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്ത് PLA ചെയ്തെടുത്ത പ്രിൻ്റാണ്. പിന്നെ വേറൊരു എക്സാമ്പിളാണ് ഇത് നമ്മൾ AMS വെച്ചിട്ട് യൂസ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്ത മെറ്റീരിയലാണ്. അപ്പം മെറ്റീരിയൽ കണ്ടിന്യൂസ് ഫീഡ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരേ സമയം നമ്മൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും.